സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ടൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക. നല്ലൊരു പ്രഭാതം നമുക്ക് ദാനം ചെയ്തല്ലോ. ഇന്ന് നമ്മൾ ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. വളരെ സമയമെടുത്ത് പഠിക്കേണ്ട വേദഭാഗങ്ങളാണ്. എന്നാൽ എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകൾ നമ്മൾ ഒന്നിച്ചൊന്ന് ധ്യാനിക്കുവാൻ പോവുകയാണ്. 3-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 4:3 മുതൽ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്കത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ചു പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിപ്പാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുത്തിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി നാം കമ്പയർ ചെയ്യരുത്, തുലനം ചെയ്യരുത് എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ചെയ്താൽ നാം നമുക്ക് തന്നെ നീതിമാന്മാരായി തോന്നും. നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ നല്ലതാണല്ലോ എന്നൊരു ചിന്ത തോന്നും. നാം നമ്മുടെ ജീവിതത്തെ അളക്കണ്ട, തൂക്കണ്ട അളവുകോൽ ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ്, ദൈവം വച്ചിരിക്കുന്ന വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്താണ്, അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഒരു യോഗ്യതയുമില്ലാത്തവരാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 പേരെ തമ്മിൽ തുലനം ചെയ്യരുത്, കമ്പയർ ചെയ്യരുത് എന്നൊരു ചിന്തയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 6-ാം വാക്യത്തിൽ താൻ പറയുന്നു, എന്നെയും അപ്പൊല്ലോസിനെയും കുറിച്ചാണ് പ്രധാനമായിട്ടും ഞാൻ ഈ കാര്യം പറയുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അവിടെ വരുന്ന അർത്ഥം, ഈ കാര്യങ്ങൾ ഞാൻ എന്നെയും അപ്പൊല്ലോസിനെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി പറയുകയാണ്. സോ ദാറ്റ് യു മേ ലേൺ ഫ്രം അസ് നോട്ട് ടു ഗോ ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ. ഈ എഴുതിയിരിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങൾ ചിന്തിക്കാതെ, ഭാവിച്ചുയരാതെ ഞങ്ങളുടെ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതിന്. ദെൻ യു വിൽ നോട്ട് ടേക്ക് പ്രൈഡ് ഇൻ വൺ മാൻ ഓവർ അനദർ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളിൽ ഒരാളിൽ കൂടുതൽ പ്രശംസിപ്പാനിടയായി തീരുകയില്ല. എന്ന് പറഞ്ഞാൽ അപ്പൊല്ലോസാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ പൗലോസാണ് കൂടുതൽ നല്ലത് എന്ന് ഒരാളിൽ കൂടുതൽ പ്രശംസ ചൊരിയുവാനിടയായി തീരുകയില്ല. 2 വിശ്വാസികളെ, 2 അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ പരസ്പരം തുലനപ്പെടുത്തിയിട്ട് ഇദ്ദേഹമാണ് കൂടുതൽ നല്ലത് എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. ഇനി നമുക്ക് ആ വായിച്ച 3-ാം വാക്യം മുതൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ വെളിച്ചത്തിൽ, ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളോ മറ്റേതെങ്കിലും മനുഷ്യരോ കഴിക്കുന്ന ഒരു വിസ്താരത്തിൽ എന്നെ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ അതെനിക്ക് വളരെ നിസ്സാര കാര്യമാണ്, ലഘുകാര്യമാണ്. ഒരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് കുറ്റബോധമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നുള്ളൊരു കുറ്റബോധം എനിക്കില്ല. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായി പണ്ട് തന്നെ ജീവിച്ച മനുഷ്യനാണ്. വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം തനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തിന്മ, ഒരു തെറ്റ് തന്നിലുള്ളതായിട്ട് തനിക്കൊരു ഓർമ്മയില്ല, ഒരു കുറ്റബോധം തനിക്കില്ല. തനിക്ക് എളുപ്പമാണ് ആരെങ്കിലും തന്നെ ഒന്ന് വിവേചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിധിക്കുകയാണെങ്കിൽ, ഒരു കോർട്ടിൽ നിർത്തുന്നത് പോലെ മനുഷ്യർ തൻ്റെ വിശ്വാസികൾ തന്നെ പൗലോസെ, ഞങ്ങൾ നിൻ്റെ കുറ്റമൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒന്ന് വിസ്തരിക്കുകയാണെങ്കിൽ പൗലോസ് പറയുക, അതെനിക്ക് ലഘുകാര്യം, കാരണം അങ്ങനെ ഒരു കുറവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ അടുത്ത വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ അർത്ഥം എനിക്കൊരു കുറ്റവും ഇല്ലെന്നല്ല. അതിൻ്റെ അർത്ഥം ഞാൻ എനിക്ക് തന്നെ വിശുദ്ധനായി തോന്നിയിട്ട് ഒരു കുറ്റത്തെക്കുറിച്ചും ഒരു തിന്മയെക്കുറിച്ചും എനിക്കൊരു ബോധവുമില്ല, എന്നിട്ടും ഞാൻ വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. 4-ാം വാക്യം, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, കാരണം എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കട്ടെ. യെശയ്യാവിന് തോന്നി താൻ നല്ലവനാണ്, തൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ എന്ന ബോധ്യം യെശയ്യാവിനുണ്ടായത് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം, അവിടുത്തെ വിശുദ്ധി എന്താണെന്ന് മനസ്സിലായപ്പോഴാണ്. പൗലോസ് ഇവിടെ പറയുകയാണ്, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു.
ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് നാം ആരുടെ മേലും ഇവൻ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ജഡ്ജ്മെൻ്റ് പാസ്സാക്കരുത്. ഇവൻ നല്ല പ്രശംസ കിട്ടാനുള്ളവനാണെന്നോ ഒന്നും നമ്മൾ പറയില്ല. കാരണം കർത്താവ് അവനെ വിസ്തരിക്കുമ്പോൾ മാത്രമേ, കർത്താവ് അവനെ തൂക്കി നോക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ എവിടെയൊക്കെ പരാജയമുണ്ടെന്ന് വെളിപ്പെട്ട് വരികയുള്ളൂ. നമുക്ക് തന്നെ നാം നീതിമാന്മാരായി തോന്നിയാലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുറവുകൾ ഇന്നുമുണ്ട് എന്ന ഒരു വെളിപ്പാടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആഗ്രഹം, രണ്ട് വ്യക്തികളെ തമ്മിൽ താരതമ്യം ചെയ്ത് ഈ പാസ്റ്റർ മറ്റേ പാസ്റ്ററെക്കാട്ടിലും കേമനാണ്, അല്ലെങ്കിൽ അഭിഷക്തനാണ്, കൃപ കൂടുതലുള്ളവനാണ് എന്നൊന്നും നമുക്ക് ഇപ്പോൾ വിധിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ വിധിക്കരുത് എന്ന് പൗലോസ് ഈ ലേഖനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചു, നാം എന്ത് ചെയ്യരുത്, മറ്റൊരുത്തനുമായി നമ്മെ താരതമ്യപ്പെടുത്തരുത്, അത് ശുഭമാകുകയില്ല. ഇന്ന് നാം പഠിക്കുകയാണ്, രണ്ടു പേരെ തമ്മിൽ താരതമ്യപ്പെടുത്തി ഇവനോ അവനോ കേമൻ എന്ന് അല്ലെങ്കിൽ പ്രശംസയ്ക്ക് യോഗ്യനെന്ന് നമുക്ക് വിധിക്കുവാൻ കഴിയില്ല. എന്നാൽ കർത്താവ് വരുമ്പോൾ പൗലോസ് പറയുക, അന്ന് ഓരോരുത്തന് കർത്താവിൽ നിന്ന് പുകഴ്ച ലഭിക്കും. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. സകല ഉള്ളത്തെയും അറിയുന്ന ദൈവസന്നിധിയിൽ, എല്ലാത്തെയും നഗ്നതും മലർന്നതുമായി കാണുന്ന ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത്. പൗലോസ് പറയാണ്, തനിക്ക് പ്രശംസ ലഭിക്കും. കാരണം ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രശംസയല്ല, സകലത്തെയും അറിയുന്ന ദൈവത്തിൻ്റെ പ്രശംസ. ദൈവം, നീ ജീവിച്ചത്, നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് പ്രശംസയ്ക്ക് അർഹമാണെന്ന് ദൈവം പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പൗലോസ് പറയുവാനിടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ഇന്നും പരാജയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഹവിശ്വാസികളെല്ലാം, അവരുടെ ജീവിതത്തിൽ നാം അളന്നു നോക്കിയാൽ ചില കുറവുകൾ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അവരുടെ ഉള്ളത്തെ അറിയുന്ന ദൈവം, കർത്താവ്, ഒരു ദിവസം നമ്മുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെ അവരെ പ്രശംസിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ ചിന്തിക്കും, ദൈവമേ, അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കുറവുണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ഉള്ളങ്ങളെ അറിയുന്ന ദൈവം, അവനാണ് ശരിക്കും ഒരു മനുഷ്യനെ തൂക്കി നോക്കി അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ പ്രാപ്തനായവൻ. നമ്മെ എങ്ങനെ കൃപയാൽ കർത്താവ് ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നുവോ, ഒത്തിരി കുറവുള്ള നമ്മെ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസികളെയും അതേ കൃപയാൽ തന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ പരസ്പരം തൂക്കി നോക്കുവാനും വിലയിടുവാനും പരസ്പരം പഴിചാരുവാനും വിമർശിക്കുവാനും ഒന്നും നാം നിൽക്കുകയില്ല. മറിച്ച് നാം എല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന ധൈര്യത്തോട് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.